അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള മതം ഇസ്ലാം മതം മാത്രമാണ്. ആ ഇസ്ലാം മതം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ അതാത് കാലഘട്ടങ്ങളിൽ ജനങ്ങളെ ഇസ്ലാമിൻ്റെ വഴി, ഇസ്ലാമിൻ്റെ മാർഗം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലാഹു ലോകത്തേക്ക് 4 കിതാബുകളും 100 ഏടുകളും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. നമുക്കറിയാം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ലോകത്ത് കൂടുതൽ വായിക്കപ്പെടുന്ന, ഓതപ്പെടുന്ന ഗ്രന്ഥവും പരിശുദ്ധ ഖുർആനായിരിക്കാം. ഏതായാലും ആ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് സാരം. പരിശുദ്ധമായ ഖുർആനിന് ഖുർആൻ ഷരീഫ് എന്ന് പേരുണ്ട്, ഫുർഖാനുൽ അലീം എന്ന് പേരുണ്ട്. 23 വർഷക്കാലം കൊണ്ടാണ് വിവിധ ഘട്ടങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അള്ളാഹു ഇറക്കിക്കൊടുത്തത്. എന്നാൽ ഓരോ ഭരണഘടനകളും ഓരോ നിയമങ്ങളും ചട്ടങ്ങളും ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കാം. എന്നാൽ ആ ഇറങ്ങിയത് മുതൽ ഖിയാമത്ത് നാൾ വരെ മാറ്റത്തിരുത്തലുകളില്ലാതെ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിന് മറ്റു ഗ്രന്ഥങ്ങളെക്കാൾ വ്യത്യസ്തമായ പ്രത്യേകതകളുണ്ട്. പ്രധാനപ്പെട്ടത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലമുണ്ട്. ഖുർആൻ ഓതുന്നതിന് പ്രതിഫലമുണ്ട്, അത് കേൾക്കുന്നതിന് പ്രതിഫലമുണ്ട്, അതിലേക്ക് നോക്കുന്നതിനും പ്രതിഫലമുണ്ട്. എന്നാൽ നമ്മൾ പല ആളുകൾക്കും അറിയാതെ പോകുന്ന, എന്നാൽ നമുക്ക് അറിയേണ്ടതുമായ കാര്യമാണ് ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾ. ഖുർആനിന് പല നിയമങ്ങളുണ്ട്. തജ്വീദിൻ്റെ നിയമങ്ങൾ, ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഖുർആൻ ഓതാൻ പാടുള്ളൂ. ഖുർആൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സൂചിപ്പിച്ചതുപോലെ ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഖുർആൻ ഓതുന്നതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട്, പ്രത്യേക ശൈലിയുണ്ട്. ഈ നിയമങ്ങളും ശൈലിയോടുകൂടിയാണ് ഖുർആൻ ഓതേണ്ടത്. അവ ശ്രദ്ധിക്കാതെ പത്രങ്ങൾ വായിക്കുന്നത് പോലെ, പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ, മറ്റു എഴുത്തുകൾ വായിക്കുന്നത് പോലെ നിയമങ്ങളും ഇല്ലാതെ ഖുർആൻ ഓതൽ അത് കുറ്റകരമാണ്. ഒരു ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു ഗുരു ഓതുന്നത് കണ്ട് അല്ലെങ്കിൽ കേട്ടുകൊണ്ടാണ് ഖുർആൻ പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഖുർആൻ ഓതുമ്പോൾ ആവശ്യമായ, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കുറച്ച് നിയമങ്ങൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു അത് നല്ല രൂപത്തിൽ പറഞ്ഞു തരുവാനും നമുക്കെല്ലാവർക്കും അത് ജീവിതത്തിൽ ശ്രദ്ധിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.